കോഴിക്കോട് കടലൂരിൽ മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ട തോണി കരയ്ക്കടിഞ്ഞു. പുതിയാപ്പ ഹാർബറിന് സമീപത്തു നിന്നും അല്പം മുൻപാണ് വള്ളം കണ്ടെത്തിയത്. അപകടത്തിൽപ്പെട്ട് കാണാതായ റസാഖ് പീഡികവളപ്പിനായുള്ള തെരച്ചിൽ 20 മണിക്കൂർ പിന്നിട്ടു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നത് രാഹുൽ സുരേഷാണ്. രാഹുൽ, ഈ തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? ആ വള്ളം ഇപ്പോൾ കരയ്ക്കടിഞ്ഞിട്ടുണ്ടല്ലോ. ക്രിസ്റ്റീന, കടലൂരിൽ ഈ റസാഖിനെ കാണാതായിട്ട് ഏതാണ്ട് 20 മണിക്കൂർ പിന്നിടുകയാണ്. 20 മണിക്കൂറായി തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോസ്റ്റ് ഗാർഡിന്റെയും മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും ഒപ്പം തന്നെ നേവിയുടെ സഹായം കൊണ്ടുള്ള ഹെലികോപ്റ്ററിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. റസാഖ് തിരിച്ചു എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ഉള്ളത്. നേരത്തെയും സമാനമായ രീതിയിൽ അപകടം നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ അപകടം കണ്ട മത്സ്യത്തൊഴിലാളികൾ അവരുടെ ബോട്ടിൽ ഈ മത്സ്യത്തൊഴിലാളിയെ രക്ഷപ്പെടുത്തിയ ശേഷം കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ കൂടി മത്സ്യത്തൊഴിലാളി എത്തുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. ഇന്നലെ വൈകിട്ട് 6:30 കൂടിയായിരുന്നു പ്രതികൂല കാലാവസ്ഥയ്ക്കിടെ ഈ മത്സ്യത്തൊഴിലാളികൾ സഞ്ചരിച്ചിരുന്ന ബോട്ട് അപകടത്തിൽപ്പെടുന്നത്. ഇതിൽ ഒരാൾ നീന്തി രക്ഷപ്പെട്ടിരുന്നു. റസാഖ് എന്ന മത്സ്യത്തൊഴിലാളിനെയാണ് കാണാതായത്. ഇന്നലെ രാത്രി തന്നെ മത്സ്യത്തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തിയെങ്കിലും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് രാത്രിയോടുകൂടി ഈ തെരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്നും തെരച്ചിൽ ഉണ്ടായില്ല എന്ന് ആരോപിച്ചുകൊണ്ട് ഇന്ന് രാവിലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. കാനത്തിൽ ജമീല MLA ഉൾപ്പെടെയുള്ള ആളുകളെ തടഞ്ഞു വെക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് കാര്യമായ ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം ഈ മത്സ്യത്തൊഴിലാളികൾ സഞ്ചരിച്ചിരുന്ന ബോട്ട് അല്പം മുമ്പ് പുതിയാപ്പയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ ബോട്ട് കരയ്ക്കടിയുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും റസാഖിന് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഈ രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധി ആയിക്കൊണ്ട് ഇപ്പോൾ ഈ കൊയിലാണ്ടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ശക്തമായ മഴ ആരംഭിച്ചിട്ടുണ്ട്. അത് ശക്തമായ മഴ തുടരുകയാണെങ്കിൽ വീണ്ടും ഈ തെരച്ചിൽ അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. ക്രിസ്റ്റീന, ശരി. കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് രാഹുൽ സുരേഷാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.